ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പിയാണ്. ക്യാരറ്റ് പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ മാത്രമുള്ള വെള്ളം ചേർക്കാം. ഇതിന് ശേഷം ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിതിടാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർക്കാം. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും തേങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ക്യാരറ്റിൻ്റെ ചൂട് അധികം മാറുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത്. തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്